ലാസ്റ്റ് ഉണ്ടേല് ഞാൻ ആവിയായി പോയി. 2 സിനിമയിലെല്ലാം ആവിയിട്ടുള്ളൂ. ഞാനൊക്കെ എത്ര സിനിമയിലാ നീരാവിയായി പോയത്. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ ഷാജി പാമ്പള. സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് നമ്മൾ പരിചയമുള്ള കുറച്ച് മുഖങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഇവര് ഉപജീവനത്തിനായിട്ട് ഇവരുടെയൊക്കെ തൊഴിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കലാപ്രവർത്തനം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടേതായിട്ടുള്ള ഒരു ഇടം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് പേരാണ് ഇപ്പൊ നമ്മളോട് ഒപ്പം എത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും മിർസ അഫ്സൽ യൂനുസ് സക്കറിയ, അതുപോലെ തന്നെ ഭാര്യ സുലു, പിന്നെ അവരുടെ വീഡിയോകളിലൂടെ ഒക്കെ ഒരു മുസ്ലിയാർ കഥാപാത്രവുമായിട്ട് വരുന്ന ഹസ്സന്, ഒരു കൃഷിക്കാരനും വ്യാപാരിയും ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു കർഷക സഹകരണ സംഘത്തിന്റെ ഒരു ടീ ഫാക്ടറിയുടെ CEO ഒക്കെ ആയിട്ടുള്ള ഹസ്സനിക്ക, റഫീഖ് എത്രയോ കാലമായിട്ട് ചെറിയ സിനിമകളിലും ടെലിഫിലിമുകളിലും ഒക്കെ ഇവരെ നമുക്ക് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ ന്യൂജൻ സോഷ്യൽ മീഡിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാരി, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോ യൂൻസിന് മിർസ അഫ്സൽ യൂനുസ് സക്കറിയ അങ്ങനെ പറഞ്ഞാലാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അറിയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഫീൽഡിൽ വന്നതിനെ കുറിച്ചിട്ടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ വർക്കിനെ കുറിച്ചിട്ടും ഒക്കെ പറയാനുള്ളത്? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഒരു 17,000-ന് പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വീഡിയോസൊക്കെ തെറ്റില്ലാതെ ഓടുന്നുണ്ട്. അധികം കോമഡി കണ്ടന്റ് ഫാമിലി ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 സുഹൃത്തുക്കൾ വന്നിട്ടില്ല. ഒന്ന് മോഹൻ ഡ്രീംസ്, പിന്നെ സുലുസുഹൈൽ. അവരൊക്കെ ജീവിത മാർഗം അതിനുള്ള ഓട്ടത്തിലാണ്. പിന്നെ തുടക്കത്തിൽ ചാനൽ തുടങ്ങിയത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ബാംഗ്ലൂർ ന്യൂമാൻസ് ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ ഒരു സ്റ്റോറിയാണ് അല്ലേ. അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഞങ്ങൾ തുടങ്ങിയതാണ്. പൊതുവെ തുടക്കത്തിൽ സപ്പോർട്ടിങ് വളരെ കുറവായിരുന്നു. കുറവെന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. സുഹൃത്തുക്കളായാലും കുടുംബമായാലും ആർക്കും എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതെവിടം വരെ എത്തും, അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ വലിയൊരു കലാകാരനൊന്നുമല്ല. എൻ്റെ ജീവിത പ്രശ്നങ്ങൾ കൂടി ഞാൻ കലയിലേക്ക് വന്നതാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇവളാണ് എൻ്റെ എല്ലാ വീഡിയോ എടുക്കുന്നത്, ക്യാമറ ചെയ്യുന്നത്. അതും പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും തെറ്റില്ലാതെ നല്ല ക്യാമറ ആംഗിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ക്യാമറ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും പിന്നെ നിവൃത്തിയില്ലാതെ ഇവളെ ഞാൻ റീൽസിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ റീൽസൊക്കെ തെറ്റില്ലാതെ, ഞാൻ പറഞ്ഞല്ലോ 2 ലക്ഷം 3 ലക്ഷം മില്യനൊക്കെ അടിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റൊക്കെ സ്പോട്ടിൽ ചെയ്യുന്നു. ഒരാശയം തോന്നും, അവളോട് ഞാൻ സംസാരിക്കും. ഞങ്ങൾ 2 ആളും ആവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടതൊക്കെ 3 ലക്ഷം 4 ലക്ഷം ആയിട്ട് ഓടുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഷോർട്ട് ഫിലിം സ്നേഹത്തിൻ്റെ സക്കാത്ത്, അത് ഫേസ്ബുക്കിൽ മാത്രം 70,000-ൻ്റെ പുറത്ത് പോയി. കുറച്ച് ദിവസമായിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് അതേപോലെ ഒരു ഷോർട്ട് ഫിലിം ഇട്ടു, അത് 4,000-ൻ്റെ പുറത്ത്. അതൊരു 11.5 മിനിറ്റാണ്. ആശ്രയം. അപ്പോൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ വെച്ചിട്ട് മറ്റുള്ള ഒരു മ്യൂസിക് ആഡ് ചെയ്യാതെ, അതല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നത് ഒക്കെ പെട്ടെന്ന്. അപ്പോൾ ഞാൻ സ്നേഹത്തിൻ്റെ സക്കാത്ത് പറഞ്ഞാൽ ഞങ്ങളെ ഷോർട്ട് ഫിലിം 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. വെറും 1.5 മണിക്കൂർ കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം 11 മിനിറ്റ് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല. എൻ്റെ പ്രൊഫൈലിലുണ്ടത്. അങ്ങനെ കയറി വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ഷാജി പാമ്പള ഞങ്ങൾ വെച്ച് ചെയ്തതിന്. കുറച്ചുകൂടി പേരിലേക്ക് ഞങ്ങൾ എത്തുമല്ലോ, ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ. തുടക്കത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ യൂൻസ്ഖാനോട് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോസ് എടുത്തു തരാം, റീൽസിലൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നീട് യൂൻസ്ഖാൻ്റെ ഓരോ പ്രയാസങ്ങളും, ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള പ്രയാസങ്ങളും ഉറക്കൊക്കെ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അങ്ങനെയാണ് ഞാൻ വീഡിയോസിലേക്ക് വരാൻ തുടങ്ങിയത്. ഞങ്ങളൊക്കെ ഞങ്ങളെ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് യൂൻസ് എന്ന് പറയുന്ന ആള് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ റഫീഖ്, സുധൻ അങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു, മെയിൻ കലാകാരന്മാരായിരുന്നു. അപ്പോൾ അവർ തിരക്ക് കാരണം സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് റഫീഖൊക്കെ പോകുന്നതാണ്. അപ്പോൾ പിന്നെ ആളില്ലാത്ത കാരണം ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങളിങ്ങനെ ചെയ്തു വന്നതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാണാനൊക്കെ തുടങ്ങി. ആദ്യം അത്ര വലിയൊരു സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയൊരു പ്രശ്നമില്ലാതെ 4 ലക്ഷം 3 ലക്ഷമൊക്കെ വീഡിയോസ് ഓടാൻ തുടങ്ങി. ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്.
ഈ 4 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നതാണോ? പൈസ കിട്ടണമെങ്കിൽ അരി വാങ്ങണമെങ്കിൽ ഞങ്ങളിപ്പോ പണിയെടുത്താൽ തന്നെ പറ്റുള്ളൂ. കിട്ടുന്നത് പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. ഈ പുതുതായിട്ട് അഭിനയ രംഗത്തേക്ക് വന്നത് യാദൃച്ഛികമായിട്ടാണ്. യൂനിസ് ഒരു ദിവസം പറഞ്ഞു, യൂനിസിന്റെ റീൽസിൽ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ, ആളില്ല, വരേണ്ട ആൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് അങ്ങനെ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിനയ രംഗത്തേക്ക് വരുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ മോണാക്ട് ചെയ്തിരുന്നു. സ്കൂൾ ലെവലിൽ സമ്മാനം കിട്ടി, ജില്ലാ ലെവലിലൊക്കെ സമ്മാനം നേടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രദേശത്തുള്ള വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കലാകാരന്മാർ ഉണ്ടായിരുന്നു. പിന്നെ ചന്ദ്രേട്ടൻ, അതുപോലെ തന്നെ കൃഷ്ണേട്ടൻ, മുഹമ്മദ് കുരിക്കൾ, അവരുടെ കൂടെയൊക്കെ നാടകങ്ങൾ ചെയ്തു. അതിനുശേഷം ഈ കലാരംഗത്തുനിന്നും അതുപോലെ തന്നെ അഭിനയ രംഗത്തുനിന്നൊക്കെ നമ്മൾ പോയി കൃഷി, കാര്യം, കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അത് മറന്നുപോയി. ആ സമയത്താണ് നമ്മുടെ മിർസ അഫ്സൽ യൂനിസ് സക്രി എന്ന കലാകാരൻ, വലിയ കലാകാരനാണ്, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒഴിവ് സമയം അനുസരിച്ച് വരാം, ഞാൻ നല്ല തിരക്കുള്ള ഒരാളാണ്, ഒഴിവ് സമയം അനുസരിച്ചൊക്കെ വരാമെന്ന് പറഞ്ഞു ഷാജി. അങ്ങനെയാണ് പോയി അഭിനയ രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ കുറച്ചെണ്ണത്തിനൊക്കെ അഭിനയിച്ചു, ചില ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നു, വീട്ടുകാർ സപ്പോർട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് ചിലരൊക്കെ നന്നായി എന്ന് പറയുന്നു, വിളിക്കലുണ്ട്, പറയലുണ്ട്, വിമർശനങ്ങളും ഉണ്ട്. അല്ല സനക്ക, പ്രധാനമായിട്ട് നിങ്ങൾ ഈ അവശന്മാര്, വയസ്സന്മാര്, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണല്ലോ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഒരു സ്വഭാവം എന്താണ്? അത് ഷാജി, ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണല്ലോ. സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത്തരം ആളുകളുടെ വിഷമതകൾ, മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ പഠിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടാണ്. അപ്പൊ അവരെ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കലയാണിത്, അവരെ അവതരിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അവരെ അവതരിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാനത് അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പകർത്താം, അവസരം കിട്ടുമ്പോൾ യൂനിസിന്റെ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ള തോന്നൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെയാണ് കലാകാരന്മാരായിട്ട്. ഞാൻ റഫീഖ് നീലഗിരി. കുറേ കാലമായിട്ട് സിനിമയിലും സീരിയലിലും ഷോർട്ട് ഫിലിമിലും സിനിമയിലെ ആർട്ട് വർക്കാണ്, കഥ, തിരക്കഥ, അങ്ങനെ അത് സ്ക്രിപ്റ്റ് കൊണ്ട് ഓടുന്നുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഞങ്ങൾ നാടകം ചെയ്യുമ്പോൾ ഈ ഷാജിക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ച്, മേക്കപ്പ് ഇടാൻ ആളില്ല, റഫീഖെ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഷാജിക്കാണ് ഞങ്ങൾക്ക് ഒരു എൻട്രി അന്ന് ഒരു നാടകത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ, മുസ്തഫ, ഖാദർ ഷാ, അങ്ങനെ സൂപ്പർ 6, നൗഫൽ എന്ന് പറഞ്ഞ കൂട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ തുടക്കകാലത്ത് അങ്ങനെ വന്നു. പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഇങ്ങനെ സിനിമയുടെ ഇടയ്ക്ക് വരുമ്പോഴും യൂനിസ്ക വിളിച്ച് നമ്മളിങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, റഫീഖെ നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, സുധാകരൻ, ഭാര്യ ശൈലജ, അപ്പം ഞങ്ങളെല്ലാവരും തുടക്കകാലത്ത് ഇതുണ്ടായിരുന്നു. പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തിരക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസ് വെച്ച് ഓടണമല്ലോ കലാകാരന്മാർ. ആ ഓട്ടത്തിനിടയ്ക്കൊന്ന് മാറിയപ്പോൾ ഞാനായിരുന്നു അതിലൊരു മൂല്യരെ സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ അസൻക ചെയ്തു. അസൻക ഇന്ന് ഏറ്റവും നല്ല ആക്ടറാണ്. അത് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാവരും വിളിച്ച് റഫീഖെ അസൻക നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണാം അസൻക എത്രയോ വളരെ നന്നായി ചെയ്യുന്നുണ്ട്, നല്ലൊരു കലാകാരൻ നമുക്ക് പറയാം. അങ്ങനെ ഈ കലാഫീൽഡിലേക്ക് എല്ലാവരും വരുമ്പോൾ ഈ കലയിൽ ഏറ്റവും ഭയങ്കര സപ്പോർട്ട്. നമ്മൾ കലാകാരന്മാരെ ആരും സപ്പോർട്ട് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു വലിയ മനസ്സ് കാണിച്ച കലാകാരനാണ് ഷാജിഖാനെ പോലത്തെ ഞങ്ങളെ ചെറിയ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റപ്പ് ചെയ്ത് തന്നെ വലിയ കാര്യമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത്. ഞങ്ങൾ ഏഷ്യനെറ്റിലോ അല്ലെ ഞങ്ങളെ സൺ TV അങ്ങനെ വലിയ ചാനലൊന്നും വന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനലിൽ ഞങ്ങൾക്ക് വരാൻ കഴിയാന്ന് പറഞ്ഞ വലിയ കലാകാരന്മാരുടെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ കലയിലേക്ക് വരുന്ന നിങ്ങൾ എല്ലാവരും ഈ പരിപാടി, യൂനിസ്കാന്റെ ഈ പരിപാടി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സന്തോഷം. എനിക്ക് ഫ്രീ സോങ്സ് പറയുന്ന ഒരു ചാനലുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തില് വളരെ പെട്ടെന്നൊരു മൊബൈൽ ക്യാമറയും പിടിച്ചിട്ട് യൂട്യൂബ് തുറന്നിട്ട് അങ്ങനെ വരുന്നതല്ല. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ഇവരിങ്ങനെ ആളുകളുടെ ഇടയിൽ ശ്രദ്ധയിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ചില കണ്ടന്റുകൾ ആളുകൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേട്ടിരിക്കാം. കാരണം ഇത് എനിക്ക് മാത്രമല്ല, ഈ യൂട്യൂബില് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് പറയുന്ന മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളല്ല. സാധാരണ രീതിയിൽ ഒരു തമാശ. എനിക്ക് യൂട്യൂബിൽ കുറെ ആളുകളുണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കും. എന്തപ്പോ ചെയ്ത് യൂൻസ് ഓന് വേറെ പണിയില്ലേ, അസനക്കാക്ക് വേറെ പണിയില്ലേ, അയാൾ ഇന്നലെ ജാതിയിലുണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോ അയാൾ കോമാളിയായിട്ട്. അങ്ങനെ മസിൽ പിടിച്ച ആളുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് സാധാരണയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കലയിലെ എന്തെങ്കിലും ഒരു അംശം നമ്മൾ ചെയ്യണ ഒരു കാര്യങ്ങൾ. ഇപ്പൊ പണ്ടത്തെ ഉത്സവ പറമ്പുകളിൽ നാടകം കളിക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ വേദികളൊന്നുമില്ല.
ഇതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് ഈ സമൂഹത്തോട് പറയാനുള്ള ചിലപ്പോൾ നമ്മളൊരു വലിയ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ വലിയൊരു സിനിമയൊക്കെ ആയിട്ട് സ്വയം മാറുകയാണ്. അപ്പൊ ഇത്തരം ചില അനുഭവങ്ങൾ നമ്മൾ യൂൻസ് ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. അതായത് ഇപ്പോൾ തുടർച്ചയായ 1-2 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം പറയട്ടോ. ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം. ഞങ്ങൾ ബത്തേരി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറി. നമ്മളെ WMൻ്റെ അവിടേക്ക് തിരിയുന്ന വലിയൊരു ബേക്കറി ഉണ്ട്. അവിടെ ഞാൻ ചായക്ക് ഓർഡർ കൊടുത്തപ്പോൾ ക്യാഷിൽ നിന്ന് അതിന് മുതലാളി ഇറങ്ങി വന്നു. ഇന്നുണ്ടായതാ. അപ്പൊ ഞങ്ങൾ ക്യാഷിൽ ഇരിക്കുന്ന ആള്. അപ്പൊ നമുക്കറിയില്ല, പുറകിൽ വന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ റാഹിൽ ടീച്ചർക്ക് ഏത് ചായ, റാഹില ടീച്ചർക്ക് ഏത് ചായ. അപ്പൊ 1 മാസം മുമ്പ് നമ്മളിട്ട റാഹില ടീച്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചോദിച്ചത്, കഥാപാത്രം. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് 4 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ഇതേപോലെ തന്നെ ഒരനുഭവം ഉണ്ടായി. അതേപോലെ ഇന്നലെ അതേപോലെ തന്നെ വേറെ സ്ഥലത്തുനിന്ന് ഡോക്ടറെ വിളിക്കുക ഡോക്ടർ. അത് നമ്മൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഷോർട്സ് മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സിലെ കഥാപാത്രമായിട്ട് ചിലരുടെ ആളുകളിലേക്ക് പതിയുക. അതാണ് ജീവിതത്തിൽ എനിക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ അംഗീകാരം, ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ സന്തോഷം. കാരണം നമ്മളെ ചുറ്റുവട്ടത്തു നിന്നല്ല, പുറമെന്ന് വലിയൊരു ടൗണിൽ കൂടി ഞങ്ങൾ നടക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ പേര് വിളിക്കുക. ആലിക്കുട്ടി എന്ന് ആദ്യം വിളിക്കും, ബീരാങ്ക എന്ന് വിളിക്കുക, രാജ എന്ന് വിളിക്കുക. നമ്മൾ അറിയാത്ത ആളുകളാ, ഫോളോവേഴ്സ് ആയിരിക്കും, നമ്മളെ ഫോളോവേഴ്സ് ആയിരിക്കും. അതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അനുഭവം പറഞ്ഞ കാര്യമാണ്. ഞങ്ങള് അതില് ഫസ്റ്റ് കാലത്ത് ചെയ്യുമ്പോൾ ഒരു ഉസ്താദായിട്ട് ചെയ്തപ്പോ ഒരു ഉസ്താദ് തന്നെ കണ്ടിട്ട് പറഞ്ഞു, എടാ ഇജ്ജ് ഞങ്ങളെ സംഭവമൊക്കെ ഇട്ടിക്കണല്ലേ, ഞങ്ങൾക്ക് ചെലവൂടിന്ന് ചോറിട്ടാത്തത് എടുത്ത് പറഞ്ഞു നന്നായി, ഒരു പപ്പടൊക്കെ ഇപ്പൊ വെക്കാൻ തുടങ്ങി. അത് ഭയങ്കരമായിട്ട് പറഞ്ഞു. അത് ഉസ്താദിന് അത് ഭയങ്കര ഉസ്താദ് പറയും, എടാ അത് ഈ എടുത്തു പറഞ്ഞത് നന്നായിന്ന്. അതായത് ഉസ്താദിന് ചിലയിടത്ത് പപ്പടം കിട്ടൂല, ചില മീനിന് തല ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ മൊല്ലാക്കൊക്കെ ചോറ് കൊടുക്കുക, അത് സത്യമാണ്. മൊല്ലാക്ക് എന്റെ അടുത്ത് ഇരിക്കണം, മൊല്ലാക്ക് ഭയങ്കരമായിട്ട് ചോറ് തിന്നോടാ, ആകെ ഒരു തട്ടില വെക്കുക. ശ്രമിക്കുക എന്റെ ആ പരിപാടി തുടങ്ങി. പിന്നെ ഇപ്പൊ അവര് പറഞ്ഞപ്പോ നടന്നുപോയി. ഷാജി, ഇപ്പോ നമ്മള് സോഷ്യൽ മീഡിയ എന്ന ഈ പ്ലാറ്റ്ഫോം ഒരുപാട് കലാകാരന്മാർക്കുള്ള അവസരമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ടി വി ഒക്കെ തുറന്നാൽ അറിയാം, ഒരുപാട് കുട്ടികൾ അല്ലേ, അവരെ കഴിവ്, ഒരുപാട് ആൾക്കാർ അവരുടെ കഴിവുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന ഈ പ്ലാറ്റ്ഫോം വന്നപ്പോൾ അവരുടെ കഴിവുകളും കലാപരമായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. എത്രയോ ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ നമ്മുടെ യൂനിസിനെ, മിർസ അഫ്സൽ യൂനിസ് എന്ന വലിയ പേരുള്ള വലിയ മനുഷ്യനെ ഈ നമ്മുടെ സമൂഹം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ ചാനലും ഇദ്ദേഹത്തിന്റെ പ്രവർത്തിയൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് പോകും. എന്റെ ഒരു അഭിപ്രായമാണ് ഷാജി. പിന്നെ ഇതിൽ വേറൊരു തമാശയുള്ള എന്താ, ഇതിപ്പോ ഒരു റീൽസ് എടുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ടെലിഫിലിം എടുത്തോ, ഇതൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മള് തന്നെ എന്താണ്, നമ്മളൊരു യാത്ര പോയിട്ടൊരു ടെലിഫിലിം എടുത്തത് എത്രയോ 1000 ആളുകൾ കണ്ടു. ഒരു ദിവസം അസനിക്കാന്റെ ചുവന്ന കാറില് ഗുണ്ടൽപേട്ടയിലേക്ക് ഒരു യാത്ര, തിരിച്ചവിടുന്ന് കൊണ്ടൊരു യാത്ര. ഈ ക്ലൈമാക്സ് അത്ര പോരല്ലോ തോന്നുമ്പോ റഫീഖെ ഒരു ക്ലൈമാക്സ് ഉണ്ട് അറിയുമ്പോ റഫീഖ് വരുന്നു. അങ്ങനെ 6-7 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമയും നാടകമൊക്കെ എടുത്തിട്ട് കുത്തുവാള എടുത്ത കഥകളുണ്ട്. ഇവിടെ 1000 രൂപ പോലും ചെലവാക്കാതെയാണ് ഇവിടെ ഈ ഓരോ സാധനങ്ങൾ അരമണിക്കൂറിന്റെ ഓരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മളെ പുലിമുരുകനേറ്റും നമ്മളെ കാലാപാനിയേറ്റൊക്കെ ഇവിടെ ആളുകൾ താരതമ്യം ചെയ്യുന്ന ഒരു തമാശയും കൂടി കാണാനുണ്ട്. അല്ല, നമ്മൾ സ്പോട്ടിലാണ് ക്രിയേറ്റ് ചെയ്യല് എല്ലാ കാര്യങ്ങളും. അപ്പോൾ സ്ക്രിപ്റ്റ് ഇന്നിപ്പോ ഞങ്ങൾ മോന്റെ വീട്ടിൽ പരമരത്ത് വരുമ്പോൾ തൊട്ടടുത്ത് കോട്ടേഴ്സിലാവാൻ താമസിക്കുന്ന കുറച്ച് കുട്ടികൾ വന്നിട്ട്, ചെറിയ മക്കളാട്ടോ, ഒരു 5-8 കുട്ടികൾ വന്നിട്ട് പറയണേ, ഞങ്ങൾ വെച്ച് റീൽസ് എടുക്കുമെന്ന്. കുടുങ്ങിയാലോ, ഞാൻ എന്ത് ചെയ്യും, വലിയ മക്കളായിരുന്നു. ആ മോന്റെ കുട്ടിയുണ്ട് കൂട്ടത്തിൽ. എന്നിട്ട് ഈ കുട്ടികൾ 5-6 പേരെ കൊണ്ടുപോയിട്ട് 1 മിനിറ്റ് റീൽസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഷാജി, തുടക്കത്തിൽ നമുക്ക് അധികം സപ്പോർട്ട് ഒന്നും ഉണ്ടായില്ല, നമ്മുടെ നാട്ടുകാരാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒരു വർഷക്കായിട്ട് ഇപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. സാമ്പത്തിക സഹായത്തിൽ എന്ത് സപ്പോർട്ട്, ഒരു ഫോണിൽ ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മതി. അതൊക്കെ ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. ചില ആളുകളുടെ ധാരണ ഒരു ലൈക്കിന് ഒരു 50,000 രൂപ വില ഉണ്ട്, അങ്ങനെ ധരിക്കുന്ന ആളുകളുണ്ട്. നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അത് നന്നായി എന്ന് പല ആളുകളും പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് അല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അപ്പൊ പല ആളുകളും വിളിച്ചിട്ടോ, ചില ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തപ്പോ വിളിച്ചപ്പോ അവര് പറഞ്ഞു നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്ത ആ വർക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. സോഷ്യൽ മീഡിയയില് ഒരുവിധം നമ്മളെ നാട്ടുകാരെങ്കിലും ശ്രദ്ധിച്ചു.
എവിടം വരെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നതിന് ഇപ്പൊ നമുക്ക് GST കൊടുക്കൊന്നും വേണ്ടല്ലോ. ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2 വർഷം മുമ്പ്. അത് ബാംഗ്ലൂർ നെമാൻസിൻ്റെ അവിടെ വെച്ചാൽ തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ വൈഫുണ്ട് കൂടെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. എനിക്ക് കുറച്ച് കലയായിട്ട് കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തു തരാം. നമുക്ക് സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് റീൽസ്, അപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അതങ്ങനെ ഓടി സബ്ബൊക്കെ ആയി വന്നാൽ 1 വർഷം കൊണ്ട് 1000 സബ്ബൊക്കെ ആയി മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും. ആ വരുമാനം ഇപ്പോൾ നമുക്ക് നിർബന്ധമാണ്. കാരണം എനിക്കൊരു ടൈലർ ഷോപ്പ് മാത്രമേ ബത്തേരിയില്ല, ഞങ്ങളവിടെ ജോലി ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോനും ഒരു മോളുമാണ് ഉള്ളത്. മോനൊരു 7 വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഒരു ബേക്കറിയിൽ നിൽക്കുന്നുണ്ട്. കൈ കുറച്ച് കുഴപ്പമുണ്ട്. വർഷം MRI ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ സത്യസായി ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു മോളുടെ കുട്ടി ഒരു 2.5, ഇപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നതിനോടനുബന്ധമായി 2 മാസം മുമ്പ് ഒരു അപൂർവ രോഗം വന്നു. 10 ലക്ഷം കുട്ടികളിലേക്ക് ഒരു കുട്ടിക്ക് വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അത് പെട്ടെന്നൊരു മാറുന്നൊരു അസുഖമല്ല, അതിന് പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് സാമ്പത്തികം പൈസയൊക്കെ വേണ്ട കാര്യങ്ങളും ഇരുന്നൊക്കെ ആയപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി, കാരണം പെട്ടെന്ന് രോഗം മാറില്ല ഡോക്ടർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഫ്യൂച്ചർ ഇങ്ങനെ പോകും. അങ്ങനെ ഇപ്പോഴും മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഒരാഴ്ചയായി, 3 മാസം അടുപ്പിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് ഒരു മാസത്തിലൊരു 3 ദിവസം എൻ്റെ മോളും കുട്ടിയും വീട്ടിലുണ്ടാവുള്ളൂ. കൂടെ വയനാട്ടിൽ നിന്ന് ഞങ്ങളും പോയിട്ട് 2 പേര് കൂടെ വേണം. ആ ഒരു ആക്റ്റീവാണ് കുട്ടി, പക്ഷെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ആ മോൾക്ക് എൻ്റെ മോനും എന്തെങ്കിലും ആകുകയാണെങ്കിൽ അത് മാത്രമാണ്, അല്ലാതെ വലിയൊരു കാർ വാങ്ങണം, ബംഗ്ലാവ് വെക്കണം അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഞങ്ങൾ ചെയ്തത്. എനിക്കറിയാം, ഞാന് ഉണ്ടയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാന് പിന്നെ ഹങ്കിളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ അതെ അല്ലല്ല ഒരു ദിവസം വന്നിട്ട് യൂനിസ് പറഞ്ഞേ ഞാൻ ഉണ്ടയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ വരുമ്പോ കാണാൻ. അല്ല അതെങ്ങനെ അറിയോ, മമ്മൂക്കാന്റെ ഉണ്ട അങ്കിള് ഇത് ഞങ്ങളൊക്കെ ഉണ്ട്. 5 ദിവസം ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ ഗംഭീര ലൊക്കേഷൻ ഫുഡ് 700 രൂപ നമ്മളെ സുബൈർക്ക അന്നന്ന് കയ്യിൽ വരും. മമ്മൂക്കാന്റെ ഇത്ര അടുത്ത്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത്ര നമ്മളോട് മിണ്ടൂല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാൻ. അങ്ങനെ ഒക്കെ വേഷമുണ്ട് ഞങ്ങൾക്കൊക്കെ, ക്യാമറ ഒക്കെ ഇതിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എവിടെ സിനിമക്ക് ഉണ്ട്, ഞാനുണ്ട് എവിടെയും ഉണ്ടാവുമല്ലോ, പൈസയും കിട്ടിയിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ഉണ്ടേല് ഞാൻ ആവിയായി പോയി. നിങ്ങൾ 2 സിനിമയിലെല്ലാം ആവിയിട്ടുള്ളൂ, ഞാനൊക്കെ എത്ര സിനിമയിലാ നീരാവിയായി പോയത്. അങ്ങനെ റഫീഖൊക്കെ എത്രയോ സിനിമ കഴിഞ്ഞപ്പോ ഇവിടെ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞപ്പോ എവിടെയും കണ്ടില്ല. ഞാനിവിടെ ഉണ്ട്. എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള നമ്മളെ പ്രിയ സുഹൃത്തുക്കളാണുള്ളത്. അപ്പോൾ ഇനി ഇവർ പല വേഷത്തിലും നമ്മളെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയൊന്നും കൊടുക്കണ്ട, വെറും ഒരു ലൈക്ക് മാത്രം കൊടുത്തിട്ട് നമ്മളുടെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക.